ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും കാർപ്പൻറ്റേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നൊരു ഫീൽഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ അവർ ഡോർ കട്ടിലുകൾ, ജനൽ കട്ടിലുകളെല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നേരെ നമ്മുടെ സൈറ്റിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാവുന്നതാണ്. എളുപ്പമാണോ ഈ മരം കൊണ്ട് പണിയെടുക്കാൻ? സുഖമാണ്. ഇതേ മരം ഉപയോഗിച്ചിട്ട് ജനലുകൾ ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എൽ ഷേപ്പിലാണ് ജനൽ വന്നിരിക്കുന്നത്. സെൻറ്ററിൽ ഫിക്സഡ് ഗ്ലാസ് വരുന്നൊരു മോഡലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രെയിൻസ് നിങ്ങൾ ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു മരത്തിനുണ്ടാവുന്ന ഗ്രെയിൻസ്. ഇതൊരിക്കലും കുത്തിപ്പോവില്ല, ചെതലെടുക്കൂല, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന മരമാണ്, ബെൻഡ് ആവില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനി പറയുന്നത്. നമസ്കാരം. മരത്തിന് പകരക്കാരനായിട്ട് ഒരുപാട് മെറ്റീരിയൽ നമ്മൾ തന്നെ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ആവശ്യമുള്ളത്രയും നല്ല മരങ്ങൾ ഇന്ന് കേരളത്തിൽ കിട്ടാനില്ല എന്നുള്ളതാണ്. നമുക്ക് ഇത്രയും മരങ്ങളുടെ ആവശ്യകതയുണ്ടെങ്കിൽ നല്ല മൂപ്പെത്തിയിട്ടുള്ള 100 വർഷം കഴിഞ്ഞ മരങ്ങളുടെ എണ്ണം കേരളത്തിൽ ഇതാ ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഉപയോഗിച്ച് തീർത്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഹൈലൈറ്റിൻ്റെ ഫ്ലോറിന എന്ന് പറയുന്ന പ്രൊജക്റ്റിലാണ്. ഇവിടെ ഫ്ലാറ്റുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഫ്ലാറ്റിൽ മുഴുവനായിട്ടും ഇവരുപയോഗിച്ചിരിക്കുന്നത് ഇമ്പോർട്ടഡ് മരമാണ്. അതും ഹിൽവുഡിൻ്റെ ഇമ്പോർട്ടഡ് മരമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഇമ്പോർട്ടഡ് വുഡ് നൽകുന്നത് ഹിൽവുഡ് ആണെന്നാണ് പൊതുവെ നമ്മൾ എല്ലാ സ്ഥലത്തും കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇവർ ചെയ്തിരിക്കുന്ന വർക്കുകളുടെ ക്വാളിറ്റി, ഈ മരത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടുത്തെ ഒരു പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിഫ്റ്റ് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിൽ 4 അപ്പാർട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ 5th ഫ്ലോറിൽ 5ാമത്തെ നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ ABCD എന്ന് പറഞ്ഞിട്ട് 4 അപ്പാർട്ട്മെൻറ്റുകൾ. അതിൽ സിൻ്റെയും ഡിൻ്റെയും മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എല്ലാ ഡോറുകൾക്കും ഉപയോഗിച്ചിരിക്കുന്നത് ഹിൽവുഡിൻ്റെ പ്രൊഡക്റ്റുകളാണ്. ഹിൽവുഡിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ ഡോറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡോർ ഫ്രെയിം ഉണ്ടല്ലോ, ഇതിൻ്റെ കട്ടില എന്ന് പറയുന്ന ഭാഗം, ഈ കട്ടില പണിതിരിക്കുന്നത് ഇമ്പോർട്ടഡ് മരം കൊണ്ടാണ്. അത് ഹിൽവുഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇമ്പോർട്ടഡ് വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് നൽകിയിരിക്കുന്നത് 4:3 അതായത് 4 ഇഞ്ച് ഇതിന് ഡെപ്ത് വരുന്ന സമയത്ത് 3 ഇഞ്ചാണ് ഇതിന് തിക്നെസ് വരുന്നത്. ഇന്തോനേഷ്യയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ മരങ്ങൾ ഇവർ കൊണ്ടുവരുന്നത്. ഇത് കെമിക്കലി ട്രീറ്റഡ് ആയിട്ട് വരുന്ന മരമാണ്. ഇതൊരിക്കലും കുത്തിപ്പോവില്ല, ചെതലെടുക്കൂല, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന മരമാണ്, ബെൻഡ് ആവില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനി പറയുന്നത്. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. സോ നമുക്ക് ഈ ഫ്ലാറ്റിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. നേരെ നമ്മൾ ഫോയർ സ്പേസിൽ നിന്ന് കയറി വരികയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ കോമൺ സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും നൽകാനുള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ വാഷ് ഏരിയ വരുന്നു, ഇവിടെ കിച്ചണാണ് വരുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചൻ്റെ ഡോർ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഹിൽവുഡിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത് പെയിൻറ് ചെയ്തിരിക്കുകയാണ്, വൈറ്റ് കളറിൽ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. 3 ബെഡ്റൂമുകളാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലുള്ളത്. 2 BHKയും 3 BHKയും ഇവിടെ അവൈലബിൾ ആണ്. അതിൽ 3 BHKയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്, രണ്ടാമതൊരു ബെഡ്റൂം വരുന്നത് ദാ ഈ ഭാഗത്താണ്, മൂന്നാമതൊരു ബെഡ്റൂം വരുന്നത് ദാ ഈ ഭാഗത്താണ്. ഇതിൻ്റെ എല്ലാം ഡോറുകളുടെ ഫ്രെയിമുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് ഇമ്പോർട്ടഡ് ഹിൽവുഡിൻ്റെ പ്രൊഡക്റ്റുകളിൽ ചെയ്തിരിക്കുന്ന ഡോർ ഫ്രെയിമാണെന്ന് കാണാം. ഡോറിൻ്റെ ഷട്ടറും അതിൻ്റെ ഫ്രെയിമും വൈറ്റ് കളറിൽ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ഡോറിനും കിച്ചണും ബാത്റൂമിനും എല്ലാം ഇവർ വൈറ്റ് കളറിലൊരു കളർ ടോൺ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇത് ചെയ്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അവർ ചെയ്തതിന് ശേഷമുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. നമ്മൾ ഹൈലൈറ്റ് പോലെയുള്ളൊരു സ്ഥലം സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അവർ മസ്റ്റായിട്ടും ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് നടത്തിയതിന് ശേഷമായിരിക്കും അവരുടെ എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകളൊക്കെ ഈ ഒരു സാധനം മതി എന്ന് തീരുമാനിക്കുന്നത്. സോ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഹിൽവുഡ് പ്രൊഡക്റ്റാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏതൊരു മരത്തിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഒരു എസ്തെറ്റിക്കൽ അപ്പിയറൻസ് നോക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഗ്രേ
ഗ്രെയിൻസ് നിങ്ങൾ ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു മരത്തിനുണ്ടാവുന്ന ഗ്രെയിൻസ്. ഇതിൽ അവർ സീലർ കോട്ട് അടിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ അവർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലിയർ പോളിഷിലും ചെയ്യാൻ സാധിക്കും, കളേർഡ് ആയിട്ടും ചെയ്യാൻ സാധിക്കും. 4-3 ഇവിടെ നൽകിയിരിക്കുന്ന സൈസ്. ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. ഫ്രണ്ട് ഡോറിന് ഒരു സൈസ്, റൂം ഡോറിന് ഒരു സൈസ്, ബാത്റൂം ഡോറിന് ഒരു സൈസ്, അങ്ങനെയൊക്കെ നമുക്ക് നൽകാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. ഫ്ലാറ്റിൽ ജനലുകൾ സാധാരണ മരം കൊടുക്കാറില്ല, അവിടെ അലുമിനിയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തുള്ളൊരു വീട്ടിൽ ഇതേ മരം ഉപയോഗിച്ചിട്ട് ജനലുകൾ ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എൽ ഷേപ്പിലാണ് ജനൽ വന്നിരിക്കുന്നത്. ആ ഭാഗം മുതൽ ഈ ഭാഗം വരെ മരത്തിൻ്റെ ജനലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ബീം അടിച്ചിട്ടാണ് ഇങ്ങനെ എൽ ഷേപ്പിൽ ജനലുകൾ ചെയ്യുന്നത്. അതിൽ GIയുടെ സ്ക്വയർ പൈപ്പാണ് ഗ്രില്ലായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ജനലിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ഭാഗത്തും ഓപ്പണബിൾ ആയിട്ടും സെൻറ്ററിൽ ഫിക്സഡ് ഗ്ലാസ് വരുന്നൊരു മോഡലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ഡോർ കട്ടിലയും ജനൽ കട്ടിലുകളും എല്ലാം ഹിൽവുഡിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. 6-4 സൈസിലാണ് ഇവിടുത്തെ ഫ്രണ്ട് ഡോർ കം വിൻഡോ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ കട്ടിലയും അതേപോലെ അത് ജനലായിട്ട് വന്ന് പിന്നീട് എൽ ഷേപ്പിലേക്ക് പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡോർ കം വിൻഡോ ചെയ്തിരിക്കുന്നത്. ഇത് ഫിക്സ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ പോളിഷിങ് അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഹിൽവുഡിൻ്റെ പ്രൊഡക്റ്റുകളുടെ ആ ഒരു ഗ്രെയിൻസിൻ്റെ കളറും പാറ്റേണും ഒക്കെ നിങ്ങൾ ഈ കാണുന്ന ഫിനിഷിലാണ് ലഭിക്കുക. നമ്മൾ ഈ ഒരു മരത്തടി മേടിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു കാർപ്പൻറ്ററെ പോയി കണ്ടിട്ട് നമ്മുടെ സൈസിലേക്ക് ഇതിനെ കട്ട് ചെയ്ത് അതിനെ നമ്മുടെ ഡോർ ഫ്രെയിമും കട്ടിലുകളും ഒക്കെ ആക്കി മാറ്റുക എന്ന് പറയുന്നൊരു സ്റ്റെപ്പാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും കാർപ്പൻറ്റേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നൊരു ഫീൽഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ അവർ ഡോർ കട്ടിലുകൾ ജനൽ കട്ടിലുകളെല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സൈസുള്ള ജനൽ കട്ടിലുകൾ പോലും ഇവിടെ നിർമ്മിക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. നമുക്കിത് ഈ മരം കൊണ്ട് പണിയുന്ന സമയത്ത് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഒരു 2 സെക്കൻഡ്, ഈ മരം കൊണ്ട് പണിയുന്നതിനുള്ള എത്രത്തോളം എളുപ്പമാണ് എന്ന് ആണ് ആളുകളെ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പം ഉണ്ടാക്കുന്നത് ഡോറിൻ്റെ ഫ്രെയിം അല്ലേ, അപ്പോൾ അതിൻ്റെ പണി ഒന്ന് ആളുകളെ ഒന്ന് കാണിച്ചു കൊടുക്കാവോ? ഇതെങ്ങനെയാണ് കൂട്ടുന്നതെന്നൊക്കെ. എളുപ്പമാണോ ഈ മരം കൊണ്ട് പണിയാൻ? ഈ മരം കൊണ്ട് പണിയാൻ എളുപ്പമാണ്. ഹാർഡ്വുഡ് ആണെങ്കിലും എളുപ്പമാണ്. ഹാർഡ്വുഡ് ആണെങ്കിൽ നമ്മളെ തേക്കോ പണിയെടുക്കുന്ന ഇതിനൊരു എണ്ണമായുള്ളതിനെ കൊണ്ട് പണിയെടുക്കാൻ സുഖമാണ്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് എങ്ങനെ ആ ഒരു ഡോറിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി എടുക്കുന്നുള്ളതൊന്ന് കാണാം. ചെയ്തോളി നിങ്ങൾ. ഇപ്പൊ നമ്മൾ ചെയ്തത് ഏത് സൈസാ ഡോർ ഫ്രെയിം? 5-3 സൈസാണല്ലേ. ഇത് സാധാരണ ഫ്രണ്ട് ഡോറിനാണോ റൂം ഡോറിനാണോ കൊടുക്കുക? ഫ്രണ്ട് ഡോറിനെ റൂം ഡോറിനാണ്. ഫ്രണ്ട് ഡോറിന് കുറച്ചുകൂടി സൈസ് കൂട്ടും. ഓരോരുത്തരും ഇഷ്ടം. ചിലർ സൈസ് കൂട്ടും, ചുമരിന്റെ വീതി എടുക്കും. ശരിക്കും ഞാനൊരു കാര്യം ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഒരു 7 അടി വരുന്ന ഒരു ഡോറിന്റെ കട്ടിൽ ഉണ്ടാക്കാൻ ശരിക്കും നമുക്ക് എത്ര കുബീക്ക് മരം വേണം എന്നെങ്ങനെയാ മനസ്സിലാക്കിയെടുക്കുന്നത്? 4-3 ആണെങ്കിൽ ഒരു 1.5 കുബീക്ക് മരം വേണം. 1.5 കുബീക്ക് വേണ്ടി വരും. ഇനിയിപ്പം കുറച്ചുകൂടി ഈ കാണിച്ചതുപോലെ 5-3 സൈസ് 2 കുബീക്കിന്റെ അടുത്ത് വരും. 2 കുബീക്കിന്റെ അടുത്ത് വരും. ഈ കുവീക്ക് എന്ന് പറയുന്നത് ക്യൂബിക് ഫീറ്റ് ആട്ടോ. ഇപ്പൊ നാടൻ ഭാഷയിൽ പറയുക കുവീക്ക് എന്നാണ് പറയാ. നമ്മൾ മരം മേടിക്കുന്ന സമയത്ത് ഇത്ര കുവീക്ക് എന്ന് പറഞ്ഞ് മേടിക്കണം അല്ലേ? കുബിക് മീറ്റർ ആണ് റേറ്റ് വരും അല്ലേ? സാധാരണ ഈ ഒരു ഡോർ ഫ്രെയിം ചെയ്യാനൊക്കെ നമ്മൾ ലേബർ എന്നൊക്കെ പറഞ്ഞു വാങ്ങുന്നത് സാധാരണ ഒരു 700 മുതൽ 2000 രൂപ വരെ വാങ്ങുന്നുണ്ട് പല. അത് പലരും പല റേറ്റ് ആണെന്നാണോ? അത് ഓരോ പണിക്കനുസരിച്ചിട്ടാണ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ മൂപ്പരെ പണി നടന്നോട്ടെ. താങ്ക് യു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതൊക്കെ വലിയ വിൻഡോസ് ആട്ടെ. ഏകദേശം 5 കള്ളി വരുന്ന വിൻഡോസാണ്. 1.80 ഹൈറ്റും വരുന്ന തരത്തിൽ ഹെവി ആയിട്ടുള്ള വിൻഡോസാണ്. ഇതൊക്കെ പണിതിരിക്കുന്നത് ഹിൽവുഡിൻ്റെ തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വുഡ് ഉപയോഗിച്ചിട്ടാണ്. ഗ്രില്ല് നൽകിയിരിക്കുന്നത് GIൻ്റെ സ്ക്വയർ പൈപ്പാണ് ഇതിന് ഗ്രില്ലായിട്ട് നൽകിയിരിക്കുന്നത്. ഇതിന് കൊടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 5-3 ആണ്. അതായത് ഈ കാണുന്നത് 5 ഇഞ്ചും ഈ കാണുന്നത് 3 ഇഞ്ചുമായിരിക്കും. ആ രീതിയിലാണ് പണിതിരിക്കുന്നത്. പണിത് പിന്തലയൊക്കെ ഇട്ട് കൃത്യമാക്കി ഡിസ്പാച്ചിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നേരെ സൈറ്റിലേക്കായിരിക്കും. നമ്മൾ തടി എടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ജനൽ ഫ്രെയിമുകളും ജനലുകളും വാതിൽ ഫ്രെയിമുകളൊക്കെ ആയി തീരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കാർപ്പൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത്, അവരുടെ ഒരു ഫീൽഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് U ഷേപ്പിൽ വരുന്നൊരു വിൻഡോ ആണ്. നമ്മൾ ബേ വിൻഡോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന വിൻഡോ ഇല്ലേ, ആ രീതിയിൽ പണിത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം ഇവിടെ പണിത് വെച്ചിരിക്കുന്ന വിൻഡോസാണ്. ഇതവരെ ഡിസ്പാച്ചിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്.
നമ്മൾ ഹിൽവുഡിൽ നിന്നും തടി എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ രീതിയിലേക്കുള്ള ഉരുപ്പിടിയാക്കി മാറ്റുന്നതിനുള്ള സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് വിശദമാക്കി തരാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാർപ്പൻറ്ററെ കൊണ്ട് ഇതൊന്നുകൂടെ ഒന്ന് പ്ലെയിൻ ആക്കിപ്പിക്കണം, ഒന്നുകൂടെ ഒന്ന് മിനുസപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ പ്ലെയിൻ ചെയ്ത മരം ഈ ഒരു മെഷീനിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ സൈസിനനുസരിച്ച് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ആ കട്ട് ചെയ്ത മരം എടുത്തിട്ട് നേരെ ഈ ഒരു മെഷീൻസിലേക്ക് കൊണ്ടുവരും. ഈ മെഷീനിൽ എന്താ ചെയ്യാമെന്നറിയോ? നമുക്ക് ഇതേപോലെ ഇത് ജോയിൻറ്റ് ചെയ്യാനുള്ള കുടുമകൾ റൗണ്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ മെഷീൻസിൻ്റെ പ്രത്യേകത. അടുത്ത ഒരു മെഷീനിലേക്ക് വരികയാണെങ്കിൽ ഈ കുടുമകൾ നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹോളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മെഷീൻ വന്നിട്ടുണ്ട്. അതിനുശേഷം നേരെ നമ്മളുടെ ടേബിളിലേക്ക് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ പാർട്സുകളെല്ലാം അസംബിൾ ചെയ്തിട്ട് നമ്മളുടെ വിൻഡോ ഫ്രെയിമാക്കി മാറ്റും. അടുത്തൊരു സ്റ്റെപ്പിൽ നമ്മളിതിൻ്റെ ഗ്രില്ലുകൾ ഫിറ്റ് ചെയ്യും. അടുത്തൊരു സ്റ്റെപ്പിൽ ഇതിനെ ഡിസ്പാച്ചിലേക്ക് നമ്മൾ കയറ്റി വിടുകയും ചെയ്യും. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് പ്രത്യേകം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കട്ടിൽ വെക്കുന്നതിന് മുമ്പ് ഈ ഭാഗത്ത് നിങ്ങൾ ബിറ്റുമിൻ കോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പെയിൻറ്റ് കോട്ടിങ് കൊടുക്കണം. ഇതെന്തിനാണ് കൊടുക്കുന്നതെന്നറിയോ? ഭിത്തിയോട് ചേരുന്ന ഭാഗത്ത്, കല്ലിനോട് ചേരുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ മണ്ണിനോട് ചേരുന്ന ഭാഗത്ത് ചെതലുകളോ ബോർഡറുകളോ ഉറുമ്പുകളോ യാതൊരു തരത്തിലുള്ള സാധനവും നമ്മളുടെ പ്രൊഡക്റ്റിനകത്തേക്ക് വരാനോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനോ ലോങ് ലൈഫ് കിട്ടാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോട്ടിങ് നൽകുന്നത്. അതേത് മരമാണെങ്കിലും നമ്മൾ ഈ പ്രിവെൻറ്റീവ് കോട്ടിങ് അടിക്കേണ്ടതാണ്. ഹിൽവുഡിൻ്റെ കയ്യിൽ ഷീൽഡ് പ്രോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് നൽകുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബിറ്റുമിൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും ഈ രീതിയിൽ അതിനൊരു പ്രിവെൻറ്റീവ് കോട്ടിങ് കൊടുക്കാൻ സാധിക്കും. ഇത് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നേരെ നമ്മുടെ സൈറ്റിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് തീർക്കേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഫറൂഖിലാണ്. ഇവിടെയാണ് ഹിൽവുഡിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത്. ഇത് അവരുടെ ഗോഡൗൺ ആണ്. ഈ ഗോഡൗണിൽ നിന്നും ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇവരുടെ ഔട്ട്ലെറ്റുകളിലേക്ക് സാധനങ്ങൾ കയറി പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക്, ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണ എന്ന് ടാഗ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓരോ സ്ഥലത്തിൻ്റെയൊക്കെ ടാഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള തടിയുടെ സൈസുകൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. ശരിക്ക് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പല സൈസിലുള്ള മര ഉരുപ്പിടികൾ ഇവിടെ ഇങ്ങനെ ഓരോ അട്ടികളാക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓരോരോ ബാച്ചുകളാക്കിയിട്ടാണ് ഇവരത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെ മുകളിലും ഹിൽവുഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ടാഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അവർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ബോർഡർ പ്രൂഫാണ്, ഇത് ഒരിക്കലും കുത്തിപ്പോവില്ല എന്നുള്ളത്, ടെർമൈറ്റ് റെസിസ്റ്റൻ്റ് ആണ്, ഇത് ചെതലെടുത്ത് പോവില്ല എന്ന് എഴുതിയിട്ടുണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആണ് എന്നും അവർ ടാഗിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെറ്റപ്പൊക്കെ എങ്ങനെയാണ് എന്ന് കാണാൻ വേണ്ടിയിട്ടും ഇവരെങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യുന്നത്, ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത്, എങ്ങനെയാണ് ഇത് ഡെലിവറി ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാ? ആബിദ്. നമ്മുടെ കമ്പനി അറിയാത്ത ആളുകൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ശരിക്കും എന്താണ് ഹിൽവുഡ്? എത്ര കാലമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? നമ്മുടെ ഹിൽവുഡ് പേര് പിന്നെ ഫറൂഖ് ബേസിലുള്ള ഒരു വുഡ് കമ്പനിയാണ്. പിന്നെ ടിമ്പർ ബിസിനസ്സാണ്. 70 വർഷമായിട്ട് നമ്മളെ MD ഈ ഫീൽഡിലുള്ള ആളാണ്. മർബോ എന്ന് പറഞ്ഞ വുഡും നമ്മൾ ഏകദേശം ഒരു 30-35 വർഷമായിട്ട് നമ്മൾ ഈ മാർക്കറ്റിലുള്ള വുഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾ കേരള നമ്മൾ ചെയ്യുന്നുണ്ട്. ശരി. നമുക്ക് ഏകദേശം ഒരു 70+ ഡീലേഴ്സ് നമുക്ക് ഓൾ കേരള ഇപ്പോൾ നിലവിലുണ്ട്. നിങ്ങളിപ്പം ഈ കാണുന്നതെല്ലാം ഇമ്പോർട്ടഡ് വുഡ് തന്നെയാണോ? അതെ അതെ, ഫുൾ കംപ്ലീറ്റ്. ഇല്ല, നമ്മൾ നാടൻ മരം ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇമ്പോർട്ടഡ് വുഡ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ. സാധാരണ ഒരു മരത്തിന്റെ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ ആരും അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം ഒന്നും പ്രൊഡക്ഷന് ഇല്ല. പക്ഷെ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതൊരു സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വെച്ചിരിക്കുകയാണ്. അതിലൊക്കെ ഇതേപോലെ ഇവരുടെ ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ലോങ് ലാസ്റ്റിംഗ്, ബോർഡർ പ്രൂഫ്, ടെർമൈറ്റ് റെസിസ്റ്റന്റ് എന്ന് കാണാം. എന്താണ് ശരിക്കും ബാക്കിയുള്ള മരങ്ങളും ഹിൽവുഡിന്റെ മരവും തമ്മിൽ നിങ്ങൾ പറയുന്ന സ്പെഷ്യാലിറ്റി എന്താ? നമ്മളെന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ വുഡ് ആരും ഇതുവരെ ബ്രാൻഡ് ചെയ്ത് ഇറക്കിയിട്ടില്ല. നമുക്ക് എല്ലാ ഒരു പ്രൊഡക്റ്റിനും ഒരു ബ്രാൻഡ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. നമ്മൾ മരത്തിൽ നമ്മൾ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ ബ്രാൻഡ് ചെയ്ത്, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു ബ്രാൻഡ് ഇതാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യസ് ഫസ്റ്റ് ട്രീറ്റഡ് ഹാർഡ്വുഡ് ബ്രാൻഡ് എന്നാണ് നമ്മൾ ബ്രാൻഡ് ചെയ്ത് നമ്മൾ മാത്രമാണ് ഇറക്കുന്നത്. ഹിൽവുഡാണ് ഇറക്കുന്നത്. ശരി. നിങ്ങൾ ഇത് കെമിക്കലി ട്രീറ്റ് ചെയ്തിട്ടാണ്? അതെ അതെ. സീസൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ. നമ്മൾ വാറണ്ടി ഇഷ്യൂ ചെയ്യുന്നുണ്ട്.
വാറണ്ടി എന്താണ് ഈ വാറണ്ടി സ്കീം എന്നുള്ള കാര്യം? നമുക്ക് 2 തരം വാറണ്ടി ഉണ്ട്. ഒന്ന് ചെതലിനെ പ്രതിരോധിക്കും. അത് ചെതൽ വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു 15 വർഷത്തെ വാറണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് കുത്തിപ്പോകുന്നത്, നമ്മൾ വുഡിൽ കാണാം ചെറിയ ചെറിയ ഡോട്ട് വന്നിട്ട് പൊടി അതിന് നമ്മൾ 25 വർഷമോളം നമ്മൾ കൊടുക്കുന്നുണ്ട് വാറണ്ടി. ഈ വാറണ്ടി വാറണ്ടി കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സർവീസ് വാറണ്ടി ആണോ സൈറ്റിൽ? അല്ല, റീപ്ലേസ്മെന്റ് വാറണ്ടി. റീപ്ലേസ്മെന്റ് നമ്മൾ ഇത് മാറ്റി കൊടുക്കും. മാറ്റി കൊടുക്കും. ആ ചെലവിൽ നമ്മളെ ചെലവിൽ നമ്മളത് മാറ്റി തരും എന്നുള്ളൊരു ഉറപ്പാണ്. നമ്മളിത് പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് നമ്മളത് റീപ്ലേസ്മെന്റ് കാർഡ് നമ്മളെ കാർഡ് കൊടുക്കുന്നുണ്ട്. അത് വാറണ്ടി കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ 15 വർഷത്തേക്ക് വാലിഡിറ്റി ഉള്ള കാർഡ് ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അതിന് ചെറിയ ക്വാണ്ടിറ്റി എടുക്കണം അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റി എടുക്കണം ഒന്നുമില്ല. ഈ ഒരൊറ്റ പീസ് എടുത്താൽ വരെ നമ്മൾ വാറണ്ടി കൊടുക്കും. ഓക്കെ, നിങ്ങൾ എങ്ങനെയാ ശരിക്ക് കേരളത്തിലെ 14 ജില്ലകളിലേക്ക് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ്? നമുക്ക് ഡീലേഴ്സ് ഉണ്ട്. ഡീലേഴ്സ് നമുക്കിപ്പോൾ ഏകദേശം നമുക്കൊരു 70+ ഡീലേഴ്സ് നമുക്ക് കേരളത്തിലുണ്ട്. കേരളത്തിൽ വരുന്നുണ്ട്. അത് ശരി. അപ്പോൾ അവർ ത്രൂ ആണ് നമ്മളത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇപ്പം തിരുവനന്തപുരത്തുള്ള ഒരാൾക്കാണെങ്കിൽ അയാളുടെ ജില്ലയിൽ അയാളുടെ സൈസിൽ വേണ്ട സാധനങ്ങൾ അവരുടെ ജില്ലയിൽ അവൈലബിൾ ആണ്. റൈറ്റ്. സാധാരണ നമ്മൾ മരങ്ങൾ മേടിക്കുന്ന സമയത്ത് നാടൻ മരങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല മരങ്ങൾ കിട്ടാനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നല്ല മരങ്ങൾ കിട്ടാനില്ല. നല്ല മരങ്ങൾ കിട്ടാൻ മൂപ്പുള്ള മരങ്ങൾ കിട്ടാനില്ല. നല്ല ഏജ്ഡ് ആയ മരങ്ങൾ വേണം. അതാണ് വേണ്ടത്. നമ്മളതൊക്കെ ഏകദേശം 100 വർഷത്തിന് പഴക്കം വരുന്ന വുഡുകളാണ്. 100 വർഷം. അതെ. അപ്പോൾ ഏജ് കൂടും തോറും മരത്തിന്റെ ക്വാളിറ്റി കൂടും. യെസ്, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു വീട് പണിയുന്ന സമയത്ത് ഈ ജനലുകളും വാതിലുകളും വാതിൽ കട്ടിലുകളും എന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് മരത്തിൽ ചെയ്യുമ്പോൾ. തേക്കിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ബില്ല് കണ്ട് ശരിക്കും കണ്ണ് തള്ളിപ്പോകും. ഹിൽവുഡിലേക്ക് വരികയാണെങ്കിൽ എക്സ്പെൻസിൻ്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ച് ആണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ച് ആണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്? നമ്മളത് സാധാരണക്കാരന് വരെ പാവപ്പെട്ടവന് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റ് ആണ്. നമുക്ക് കുബിക്കിന് അത്ര റേറ്റ് വരുന്നുള്ളൂ. ശരി, ഞാനിപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ റേറ്റ് വരുന്നുള്ളൂ. 10 റേറ്റ് വരുന്നു. 10 ആ റേറ്റിലേ വരുന്നുള്ളൂ. ഓക്കെ, ഞാനൊന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഒരു റൂമിന്റെ ഡോർ കട്ടില, ഓക്കെ, 4-2.5 സൈസിലൊക്കെ വരുന്ന ഒരു ഡോർ കട്ടില നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് നമുക്ക് ഒരാൾക്ക് ഫിനിഷ് ചെയ്ത് വെക്കണമെങ്കിൽ ഏകദേശം ഹിൽവുഡിന്റെ തടി എടുക്കുന്നെങ്കിൽ എത്ര പൈസ? നമുക്കൊരു 4500 രൂപ മാക്സിമം. ആ ഒരു പൈസേൻ്റെ ഉള്ളിൽ കട്ടില വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. തേക്ക് എടുക്കുകയാണെങ്കിൽ പ്ലാന്റേഷൻ തേക്കുകളാണ് നമുക്ക് ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല തേക്ക് എന്നാണ് പറയുക. ആ തേക്ക് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വില ഇതിനേക്കാളും കൂടുതലാണ്. ഹിൽവുഡിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അവരുടെ എല്ലാ ഔട്ട്ലെറ്റിലും പോയിട്ട് നിങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള റേറ്റുകൾ ഏകദേശം അത് തന്നെ ആയിരിക്കും. ടോട്ടൽ എക്സ്പെൻസാണ് പറയുന്നത്. ലേബർ അടക്കം വരുന്ന ടോട്ടൽ എക്സ്പെൻസ് ഏകദേശം വരുന്ന റേഞ്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ തടിയല്ലേ തരുള്ളൂ, അതിന്റെ പണി ചെയ്തു തരുമോ? നമ്മൾ ഏകദേശം 90% ഫിനിഷ്ഡ് വർക്കാണ്. അത് കാർപ്പൻറ്റേഴ്സിന് നമുക്കത് കൂട്ടി യോജിച്ച് വെക്കുന്ന പണി മാത്രമേ വരുന്നുള്ളൂ. അതായത് ഇത് നിങ്ങൾ പ്ലെയിനർ അടിച്ചിട്ടാണ് നമ്മളെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. റെഡി ടു ഫിക്സ്. നേരെ ഫിക്സ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പോളിഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതെ. ഓക്കെ, ശരി. എങ്ങനെ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഞങ്ങൾക്ക് എങ്ങനെ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം? നമുക്ക് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഓൾ കേരള സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ ഞങ്ങളത് അതിൻ്റെ ഡീറ്റെയിൽസും. അതായത് നിങ്ങളുടെ ടോൾ ഫ്രീ നമ്പർ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുകയാണെങ്കിൽ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതാത് ജില്ലകളിലുള്ള ഔട്ട്ലെറ്റുകളിലേക്ക് കോൾ കണക്ട് ചെയ്ത് കൊടുക്കും. പിന്നീട് അവർക്ക് നേരിട്ട് ഞാൻ ചോദിക്കട്ടെ, സാധാരണ ആളുകൾ വരുന്ന സമയത്ത് കാർപ്പൻറ്ററെ കൊണ്ടുവരും. അതെ. നിങ്ങളെ തടിയെടുക്കാൻ വരുന്ന സമയത്ത് കാർപ്പൻറ്ററെ കൊണ്ടുവരുന്നതിൽ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്, ആർക്കിടെക്ട്സ് വരുന്നുണ്ട്, കാർപ്പൻറ്റേഴ്സ് വരും. അതായത് നമ്മൾ സപ്ലൈ വരുന്ന ആളെ കൂടെ എന്തായാലും ആരെങ്കിലും ഒരാളുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളെ കൂട്ടിയിട്ട് ആളുകൾക്ക് ധൈര്യസമേതം വരാം. ഓക്കെ, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ വീട് പണിയുന്ന ഒരു സമയത്താണെങ്കിൽ ഒരുപാട് അൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റുകൾ നമ്മളുടെ മുന്നിലുണ്ട്. അതേ സമയത്ത് നമ്മൾ പ്ലാൻ ഇടുന്ന സമയത്ത് നിങ്ങൾ ഈ ഹിൽവുഡിൻ്റെ മരത്തിൻ്റെ ഒരു കോട്ട് കൂടെ ഇവരുടെ അടുത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓവറോൾ പിക്ചർ ക്ലിയർ ആയി കിട്ടും. അതിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ എന്തായാലും ഈ ഒരു ഫാക്ടറിയിൽ വന്നതിന് ശേഷം ഇവരുടെ 2-3 പ്രൊജക്റ്റുകൾ പോയി കണ്ടതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതിവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാമ്പിൾ സ്റ്റെയർ കേസിൻ്റെ ട്രെഡാണ് കേട്ടോ. ഹിൽവുഡിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ട്രെഡുകൾ പണിയാൻ സാധിക്കും. 1.5 ഇഞ്ച് ഇതിന് തിക്നെസ് ഉണ്ടാവും. 1 മീറ്ററാണ് ഇതിനിപ്പോൾ നീളം നൽകിയിരിക്കുന്നത്. അത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് 1.10 ചെയ്യാം,
1:20 ചെയ്യാം. നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. വലിയ ഇതേപോലത്തെ സൈസുകൾ മേടിച്ചിട്ട് നമ്മളുടെ സൈസിനേക്ക് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഡാർക്ക് ടോണിലാണ് പോളിഷ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏത് കളറിലാണോ വേണ്ടത് ആ കളറിലേക്ക് നമുക്ക് പോളിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഹിൽവുഡിൻ്റെ യഥാർത്ഥ കളറിൽ നമുക്ക് ക്ലിയർ പോളിഷ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് പണി ഈസിയാണ്. നമുക്ക് എത്ര സ്റ്റെപ്പുകൾ വേണം, എത്ര ത്രെഡുകൾ വേണമെന്ന് വെച്ചാൽ ഹിൽവുഡിനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൈസിന് അവർ കട്ട് ചെയ്ത് തരും. നമുക്കത് കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരെ പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു അഭിപ്രായം, ഞാനിത് വന്ന് കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ, മരങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും മലബാർ ഏരിയാസിൽ ഒത്തിരി ആളുകൾ ഇപ്പോഴും ജനലുകൾ നിർമ്മിക്കാനും ജനൽ കട്ടിലുകൾ നിർമ്മിക്കാനും വാതിൽ കട്ടിലുകൾ നിർമ്മിക്കാനും മരങ്ങൾ തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ, ഹിൽവുഡിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബ്രാൻഡഡ് കമ്പനിയാണ്, അവർ വാറണ്ടി കൊടുക്കുന്നുണ്ട്, അവരുടെ പ്രൊഡക്റ്റുകൾ പല സൈസിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്ന ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ്. നോക്കൂ, നമുക്ക് ഡോർ ഷട്ടേഴ്സിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സൈസിൽ, ഡോർ കട്ടിലുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൈസിൽ, വിൻഡോ ഷട്ടേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ, വിൻഡോ ഫ്രെയിമുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പല സൈസിൽ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തത്, കേരളത്തിൽ എല്ലായിടത്തും അവൈലബിലിറ്റി ഉണ്ട്. ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താ? അതിലെല്ലാ പ്രൊഡക്റ്റിനും ഈക്വൽ ക്വാളിറ്റി ആയിരിക്കും. അല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേക്കിന് തന്നെ പല ക്വാളിറ്റി, പ്ലാവെന്ന് പറയുമ്പോൾ പ്ലാവിന് പല ക്വാളിറ്റി. ആ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ അറിയാവുന്ന വേറൊരാളെ കൊണ്ടുവരണം. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ആരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും കേരളത്തിൽ എല്ലാ ഭാഗത്തും ഇതേ ക്വാളിറ്റി ഉള്ള ഇതേ പ്രൊഡക്റ്റ് തന്നെയാണ് അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റിയിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ട് എന്നുള്ളത് രണ്ടാമത്തെ പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. മൂന്നാമത് ഞാൻ കാണുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ നാട്ടിൽ ഒരുപാട് കാലമായിട്ട് ഉപയോഗിച്ച് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള മർബോ എന്ന് പറയുന്ന തടിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ബെൻഡാവാത്ത രീതിയിൽ കുറച്ച് ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ള, നല്ല മരങ്ങൾക്കൊക്കെ ഓയിൽ കണ്ടൻറ്റുകൾ ഉണ്ടാവും, ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ള ഇനത്തിൽ വരുന്ന ഒരു തടിയാണ് മർബോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാലങ്ങളോളം ഈ ഒരു മരം ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് മൂന്നാമത്തെ പോയിൻറ്റ്. ഇതിൽ ഈ ഒരു മരം ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത്, ഏതൊരു മരം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും അതൊരു നാച്ചുറൽ മരമാണെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് സീലർ അടിക്കണം. അതിൻ്റെ മുകളിൽ നമുക്ക് പോളിഷ് ചെയ്യാം. അത് ക്ലിയർ പോളിഷ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കളർ പോളിഷ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഏതാണോ, നിങ്ങളുടെ ഏത് കളറിലേക്കാണോ വരേണ്ടത് ആ കളറിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ക്ലിയർ പോളിഷാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു തടിയുടെ യഥാർത്ഥ നിറം എന്ന് പറയുന്നത് ഏകദേശം ഈ ചുവപ്പ് കലർന്ന തരത്തിലുള്ളൊരു ഗ്രെയിൻസ് വരുന്ന മോഡലാണ് ഇതിൻ്റെ യഥാർത്ഥ നിറം. ഇതിനെ നിങ്ങൾക്ക് അല്പം നിറം മാറ്റണമെങ്കിൽ നിങ്ങൾ പോളിഷിൻ്റെ ഒപ്പം കളറ് മിക്സ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പണിയുന്ന സമയത്ത് നമ്മളുടെ കാർപ്പൻറ്റർക്ക്, നമ്മുടെ ആശാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് പണിത് പോകാൻ സാധിക്കും. നമുക്ക് വളരെ കറക്റ്റായിട്ടുള്ള സൈസിൽ തന്നെയാണ് ഇത് അവൈലബിൾ ആവുന്നത്. ഇത്രയും ഡീറ്റെയിലുകൾ മനസ്സിൽ വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഔട്ട്ലെറ്റുകൾ സന്ദർശിക്കുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും ഒരാളെ കൂടെ കൊണ്ടുവരിക. അതിനുശേഷം അദ്ദേഹത്തോടു കൂടെ കൺസൾട്ട് ചെയ്തിട്ട് വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടെ തന്നെ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. വേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ടാവും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ